ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമായി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ബസ് അപകടത്തിന് പിന്നാലെ ബസ് സ്റ്റാൻഡിൽ ഗതാഗത കമ്മീഷണർ നേരിട്ടെത്തി പരിശോധന നടത്തി. ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബാങ്ക് ജീവനക്കാരൻ മരിച്ചതിൽ സ്വകാര്യ ബസ് ഡ്രൈവർക്കാണ് വീഴ്ച എന്നാണ് നിലവിലെ കണ്ടെത്തൽ. ഷഫീദ് റാവുത്തർ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, ഈ നേരത്തെയും അവിടെ ചില സംഭവങ്ങൾക്ക് പിന്നാലെ പരിശോധനയൊക്കെ നടന്നതാണ്, പക്ഷേ പിന്നീടത് ഇല്ലാതെ പോകുന്നു. ഇപ്പോൾ ഇന്നലെ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം, അതിദാരുണമായ സംഭവം. അതിന് പിന്നാലെ വീണ്ടും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ പ്രശ്നപരിഹാരത്തിന് ഒരു ശാശ്വതമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ ഷഫീ? ഇക്കാര്യത്തിൽ ഇപ്പോൾ ഗതാഗത വകുപ്പ് ശ്രദ്ധയോടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് റീജിത്ത്. കാരണം ഇന്ന് രാവിലെ നമ്മൾ തന്നെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. അത് ഗതാഗത മന്ത്രിയുടെ ഒരു തീരുമാനമായിരുന്നു. തീരുമാനമനുസരിച്ച് കിഴക്കേക്കോട്ടയിലെ അപകടത്തിന് ഒരാളുടെ ജീവനെടുത്ത അപകടത്തിന് കാരണമാക്കിയ ബസ് ഡ്രൈവറുടെ ലൈസൻസും ബസിന്റെ പെർമിറ്റും റദ്ദാക്കാനുള്ള തീരുമാനം അത് എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു ഈ അപകടം നടന്ന കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നേരിട്ട് അല്പസമയം മുൻപ് പരിശോധനയ്ക്ക് എത്തിയത്. ഈ ബസ് സ്റ്റാൻഡിലും അപകടം നടന്ന സ്ഥലത്തുമൊക്കെ കമ്മീഷണർ നേരിട്ട് പരിശോധന നടത്തിയതിനു ശേഷം അദ്ദേഹം പ്രതികരിച്ചത് വീഴ്ച സംഭവിച്ചത് സ്വകാര്യ ബസ് ഡ്രൈവർക്കാണ് എന്നുള്ളതായിരുന്നു. മാത്രമല്ല, സ്വകാര്യ ബസ് അണ്ടർടേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകും. റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ച ശേഷം തുടർ നടപടികൾ എടുക്കും. ഡ്രോൺ ദൃശ്യങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചുവെന്നും MVD, KSRTC, പോലീസ് എന്നിവർ ഒരുമിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. റീജിത്ത്, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.